നമ്മുടെ ഫോണിൽ ഒരു കോൾ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെള്ളമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിക്വിഡോ ഒക്കെ ആക്കി വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മുകളിലേക്കോ സൈഡിലേക്കോ നീക്കിക്കൊണ്ടോ വേണം ആ കോൾ അറ്റൻഡ് ചെയ്യാൻ. പക്ഷേ കൈ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ചിലപ്പോൾ അതിന് പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ ആ ഒരു ആൻസർ ബട്ടനെ തൊടാതെ തന്നെ നമുക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഫോണിൻ്റെ സെറ്റിങ്സിൽ ഒരു മാർഗമുണ്ട്. അത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഫോൺ സെറ്റിങ്സുകളെ സംബന്ധിച്ച് പ്രയോജനപ്രദങ്ങളായ ധാരാളം വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെയൊക്കെ തന്നെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൻ്റെ ആ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും പ്രയോജനപ്പെടണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഇവിടെ കാണുന്ന പോലെ ഒരു ഷെയർ ബട്ടൺ ഉണ്ട്. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലും അതുപോലെ മറ്റുള്ള ആപ്പുകളിലൂടെയും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയറും ചെയ്യാം. എങ്കിലും ഓക്കെ, കോൾ സെറ്റിങ്സിലെ ഈ ഒരു ഓപ്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് കുറേ ഫീച്ചറുകൾ ലഭിക്കുന്നുണ്ട്. അതിലൊരെണ്ണമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയിലുള്ള പോലെ ചെയ്യാം, അല്ലാത്തവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കാം. ഈ ഫോണിൽ ഞാൻ ഈ സെറ്റിങ്സ് എനേബിൾ ചെയ്ത ശേഷം മറ്റൊരു ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് ഈ വീഡിയോയുടെ അവസാനം ഞാനൊന്ന് കോൾ ചെയ്ത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൻ്റെ സ്ക്രീൻ ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് ഞാൻ എൻ്റെ ഫോണിലെ സെറ്റിങ്സിൻ്റെ ഈ ഐക്കണിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ സെറ്റിങ്സിൻ്റെ ഹോം പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഈ സ്ക്രീനിനെ ഞാൻ മാക്സിമം മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ താഴെയായിട്ട് ഇവിടെ സിസ്റ്റം സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? ചില ഫോണുകളിൽ സിസ്റ്റം എന്നായിരിക്കും കാണുക, അല്ലെങ്കിൽ ഇതേപോലെ സിസ്റ്റം സെറ്റിംഗ്സ് എന്ന് കാണാം. അപ്പൊ അത് നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ നടുവിലായിട്ട് ഗെസ്റ്റേഴ്സ് ആൻഡ് മോഷൻസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതാണ് ഇനി നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ താഴെയായിട്ട് ഇവിടെ ലിഫ്റ്റ് ടു ഇയർ ടു ആൻസർ കാൾസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? ഇതാണ് നമ്മൾ എനേബിൾ ചെയ്യേണ്ട ആ ഒരു സെറ്റിംഗ്സ്. അപ്പൊ ഈ ഒരു ഓപ്ഷന്റെ നേരെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ എനേബിൾ ബട്ടണിൽ പ്രസ് ചെയ്ത് നമ്മളത് ഓൺ ചെയ്യണം. അപ്പൊ ഞാൻ ആ ബട്ടണിൽ പ്രസ് ചെയ്ത് അത് എനേബിൾ ചെയ്യുന്നു. ഇനി ഞാനൊന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും സെറ്റിംഗ്സിന്റെ ഹോം പേജിലേക്ക് തന്നെ വരുന്നു. ചില ഫോണുകളിൽ ഈ ഒരു സെറ്റിംഗ്സിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഓപ്ഷൻ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് ഈ സ്ക്രീനിന്റെ മുകളിലുള്ള സെറ്റിംഗ്സ് എന്നതിന്റെ താഴെയായിട്ട് കാണുന്ന സെർച്ച് ബാറിൽ ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്യുക. ഇപ്പൊ താഴെ വന്നിരിക്കുന്ന കീബോർഡിൽ ലിഫ്റ്റ് ടു ഇയർ ടു ആൻസർ കാൾസ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ ഇതിൽ ലിഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും തന്നെ ഇപ്പൊ ആ സെർച്ച് ബാറിന്റെ താഴെയായിട്ട് ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ക്രീനിലേക്ക് എളുപ്പത്തിൽ എത്താവുന്നതാണ്. ഇനി ഞാൻ ആ ടൈപ്പ് ചെയ്തതിനെ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. പകരം ഗെസ്റ്റേഴ്സ് ആൻഡ് മോഷൻസ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ ആദ്യ ലെറ്ററുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഓപ്ഷനുകളും ഇപ്പൊ മുകളിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ സ്ക്രീനിന്റെ നടുവിലായിട്ട് തന്നെ ഇവിടെ ഗെസ്റ്റേഴ്സ് ആൻഡ് മോഷൻസ് എന്ന ഓപ്ഷനും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെയും ഈ സ്ക്രീനിലേക്ക് എത്തി ലിഫ്റ്റ് ടു ഇയർ ടു ആൻസർ കാൾസ് എന്ന ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ മറ്റൊരു ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് കോൾ ചെയ്ത് കാണിക്കാം. ഇപ്പൊ എന്റെ വലത്തെ കൈയിലെ ഗ്രീൻ സ്ക്രീൻ ഉള്ള ഈ ഫോണിലാണ് ഞാൻ ആ സെറ്റിംഗ്സ് എനേബിൾ ചെയ്തത്. അതിലേക്ക് ഇടത്തെ കൈയിലുള്ള ഫോണിൽ നിന്ന് ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വലത്തെ കൈയിലുള്ള ഫോണിൽ ആ കോൾ വന്നതായിട്ട് മുകളിൽ കാണാം. അപ്പൊ ഞാൻ അതിലെ ആൻസർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ കോൾ എടുക്കുന്നതിന് പകരം നേരെ ചെവിയിലേക്ക് അത് വെക്കുകയാണ്. ഇപ്പൊ ഈ ഫോണിന്റെ സ്ക്രീൻ കണ്ടില്ലേ? ആ കോള് കണക്ട് ആയതായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ആ ഫോണിൽ നിന്ന് ഇതിലേക്ക് കോൾ വന്നപ്പോൾ വിളിക്കുന്ന ആളുടെ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ ആ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെ എനേബിൾ ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോയും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കാണ് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഐ ബട്ടണിൽ ഇപ്പോൾ കാണിക്കുന്നത്. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി, പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.